അന്ന് അത് ഒരു 4-5 ആൾക്കാരെ ആനക്കാരെ ഉൾപ്പെടെ കൊന്നിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിലെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആനയിൽ, അതായത് 92 മുതൽ 98 ആ കാലഘട്ടം വരെ അതിനെ ഒരു 6 വർഷക്കാലം കൊണ്ടു നടക്കാൻ കഴിഞ്ഞു. അന്ന് അത് ഒരു 4-5 ആൾക്കാരെ ആനക്കാരെ ഉൾപ്പെടെ കൊന്നിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആന വളരെ ഒരു ചട്ടമ്പി എന്ന് വേണം, ചട്ടമ്പി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. അത്രയും ഒരു ആനയാണ്. അതിനെ നമ്മൾ കെട്ടുന്നറിയെന്ന് അഴിച്ചാൽ കെട്ടുന്നിടം വരെ അതിൻ്റെ അടുക്കൽ നിന്ന് ഒരിടത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മാറി നിൽക്കാനോ ഒന്നും കഴിയാത്ത ഒരു ആനയാണ്. അതേപോലെ തന്നെ എഴുന്നള്ളിപ്പ് സ്ഥലങ്ങളിൽ അതിനെ വളരെയേറെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വരുന്ന ആൾക്കാരെ അതിൻ്റെ അടുത്തേക്ക് ഇപ്പം ഓരോ പൂരപ്പറമ്പുകളിൽ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ചെല്ലുന്ന സ്ഥലത്ത് ഉള്ള നാട്ടുകാർ മുഴുവൻ അവരുടെ ഉത്സവം അവർ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാലയളവായതുകൊണ്ട് അവർ നല്ലവണ്ണം മദ്യപിച്ചിട്ടും അവരുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വരുന്നത് ചിലപ്പം ഒരാനക്കാരനല്ലേ, ആനയും കൊണ്ട് ഇതൊരു മനുഷ്യനല്ലേ എന്ന് വിചാരിച്ചു ആനയുടെ അടുക്കിലേക്ക് വരുന്ന ചില കാണികളുണ്ട്. ചിലപ്പോൾ അവർ ഇച്ചിരി മദ്യപിച്ചിട്ടായിരിക്കാം. അപ്പോഴായിരിക്കും അവർക്ക് ഇത് തോന്നുക, ഈ ആനയെടുക്കലൊന്ന് പോയി ആനയുടെ കൊമ്പയിലൊന്ന് പിടിക്കാം, അല്ലെങ്കിൽ കൊമ്പയിലൊന്ന് തൊടാം, അല്ലെ ആനയൊന്ന് തൊട്ടിട്ട് പോകാം. ഇത്രയധികം ജനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അയാളുടെ ചിന്ത വേറൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം അത്രയും ധൈര്യശാലിയാണല്ലോ, അയാൾ തന്നെ സ്വയം ചിന്തിച്ചിട്ടായിരിക്കും ഇത് വന്ന് ചെയ്യുന്നത്. പക്ഷെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ ആ ഒരൊറ്റ കാരണം മതി. അങ്ങനെ ഇത് 3-4 ആൾക്കാരെ അങ്ങനെ കൊന്നിട്ടുണ്ട് ഈ രാധാകൃഷ്ണനെ.